ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങൾ. ദൈവം തന്ന ജീവിത സഖിയിൽ എങ്ങനെ സമ്പൂർണ്ണ ആനന്ദം കണ്ടെത്താം എന്ന വിഷയത്തെപ്പറ്റി അല്പസമയം ചിന്തിക്കുവാൻ നമ്മൾക്ക് ഒന്നിച്ച് കർത്താവിൽ ശരണപ്പെടാം. ഞാൻ ഇന്ന് ഒരു ചോദ്യത്തോടെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. 2 ഭർത്താക്കന്മാർ ഉണ്ടാകുന്നത് ശരിയോ തെറ്റോ? ഭൗതികമായ അർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം അറിയാം. എന്നാൽ ആത്മീയമായി ചിന്തിച്ചാൽ നമ്മൾ എല്ലാവരും ഒരു ദൈവിക വിവാഹത്തിന് വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് അറിവ് വയ്ക്കുന്ന നാൾ മുതൽ കർത്താവിനെ വെറുമൊരു ദൈവമായിട്ടല്ല, മറിച്ച് നമ്മുടെ എല്ലാം ആയി, നമ്മുടെ ഭർത്താവായും തുണയായും പരിപാലകനായും സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്ന് പല കുടുംബങ്ങളിലുമുള്ള തർക്കങ്ങളും വിവാഹ മോചനങ്ങളും ഉണ്ടാകുന്നത് ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനവും സുരക്ഷിതത്വവും നമ്മൾ ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. കർത്താവിനെ നമുക്ക് ആദ്യ ഭർത്താവായി നാം കാണാതിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ തകരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ എല്ലാമായി തീരുമ്പോൾ നമ്മുടെ കുടുംബം ഉറപ്പുള്ള ഒരു പാറമേൽ പണിയപ്പെടുന്നു. അദൃശ്യനായവന്റെ സാന്നിധ്യം. 30കളിൽ പ്രായമുള്ള ഒരു റഷ്യൻ യുവതിയെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിക്കൽ കാണാനിടയായി. അവൾക്ക് 3 മക്കളുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ഭർത്താവിനെ അവിടെ കണ്ടില്ല. ഞാൻ അവളോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് എവിടെ? ഭയമോ സങ്കടമോ ഇല്ലാതെ അവൾ മറുപടി പറഞ്ഞു, കർത്താവാണ് എൻ്റെ ഭർത്താവ്. ആ വാക്കുകളുടെ ആഴം അന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് യെശയ്യാവ് 54:5 വായിച്ചപ്പോൾ എനിക്ക് അത് ബോധ്യമായി. നിന്നെ നിർമ്മിച്ചവനാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവൻ്റെ നാമം. ആ സ്ത്രീ തനിച്ചായിരുന്നില്ല. സങ്കീർത്തനങ്ങൾ 68:5 പ്രകാരം അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അവൾ ചാരിയിരുന്നത്. ഭൗതികമായ സംരക്ഷണം ഇല്ലാത്തപ്പോഴും ദൈവിക സംരക്ഷണം കൂടെ ഉണ്ടാകുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സമർപ്പണവും പ്രതിഫലവും. ജൂദത്തിന്റെ പുസ്തകം 8ഉം 9ഉം അധ്യായങ്ങളിൽ നമ്മൾ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. 3 വർഷവും 4 മാസവും അവൾ വിധവയായി കഴിഞ്ഞു. ലോകത്തിന്റെ കണ്ണിൽ അവൾ ദുഃഖിതയായിരുന്നു. എന്നാൽ ബൈബിൾ അവളെ ഒരു പ്രവാചകിയായിട്ടാണ് കാണിക്കുന്നത്. അവൾ തൻ്റെ ദുഃഖം ദൈവത്തിന് സമർപ്പിച്ചു. പകരം ദൈവം അവൾക്ക് വലിയൊരു ദൗത്യവും അഭിഷേകവും നൽകി. യേശുവിനെ അനുഗമിക്കുന്നതിന് ഒരു വിലയുണ്ടെന്ന് മത്തായി 19:29 മർക്കോസ് 10:29-30 നാം വായിക്കുന്നു. നമ്മുടെ പദവികളോ ഭൗതികമായ ആശ്രയങ്ങളോ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു, അങ്ങേക്ക് സമർപ്പിക്കുന്ന ഓരോന്നിനും പകരം 100 ഇരട്ടി ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും ലഭിക്കും. ദൈവം നമ്മിൽ നിന്ന് ഒന്നും പിടിച്ചു വാങ്ങുകയില്ല, മറിച്ച് മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. ഹോശയ 2:19-20 ദൈവം പറയുന്നു, ഞാൻ നിന്നെ എന്നേക്കും എനിക്ക് വിവാഹം കഴിച്ച് തരും. മരണത്തിന് പോലും തകർക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണിത്. ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്. ഇന്ന് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വിധവയാണെങ്കിൽ, അല്ലെങ്കിൽ മക്കളെ തനിച്ച് വളർത്തുന്ന ഒരു അമ്മയാണെങ്കിൽ ഓർക്കുക, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതം ഒരിക്കലും ശൂന്യമല്ല. എൻ്റെ മാതാവ് 33-ാം വയസ്സിൽ വിധവയായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചിരി നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഇന്ന് ഈ സുവിശേഷ ദൂതിലൂടെ ആ ചിരി ദൈവം തിരികെ നൽകുന്നു. ഫിലിപ്പിയർ 4:19 പ്രകാരം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് മഹത്വത്തോടെ നിറവേറ്റിത്തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ജനത്തെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമായതിനായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് വിധവകൾക്ക് ഭർത്താവായും അനാഥർക്ക് പിതാവായും ഹൃദയം തകർന്നവർക്ക് ആശ്വാസകനായും ഇരിക്കുന്നു. കർത്താവെ, ഇന്ന് തനിച്ചാണെന്ന്
തോന്നുന്ന എല്ലാവരെയും ബലപ്പെടുത്തണമേ. അവിടുന്ന് അവരുടെ കൂടെ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണമേ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരുടെ മക്കളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയാത്തവയെ അങ്ങേക്കായി സമർപ്പിക്കാനും അങ്ങേക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമൃദ്ധമായ ജീവിതം സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകല മഹത്വവും മാനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ.